അതിൻ്റെ സൃഷ്ടിയും നിലനിൽപ്പും ലയവും. നക്ഷത്രങ്ങൾ പാത തെറ്റുന്നില്ല, ഗ്രഹങ്ങൾ അവരുടെ ക്രമം ലംഘിക്കുന്നില്ല, കാലം പോലും അതിൻ്റെ പരിധി അറിയുന്നു. സൃഷ്ടി നടക്കുമ്പോഴും ലയം സംഭവിക്കുമ്പോഴും അതിനൊക്കെയും അടിസ്ഥാനമായി ഞാൻ നിലകൊള്ളുന്നു. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയുന്നത് ഭഗവാന്റെ ഒന്നാമത്തെ അവതാരമായ മത്സ്യാവതാരത്തെക്കുറിച്ചാണ്. അപ്പോൾ എന്താണ് മത്സ്യാവതാരം? മത്സ്യാവതാരം ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? ഇത്തരം ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം ഈ വീഡിയോയുടെ അവസാനത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ദശാവതാര കഥകൾ പറയാനുള്ള കാരണവത്തായ ആ ഒരു കഥ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഒന്നാമത്തെ അവതാരത്തെക്കുറിച്ചാണ്, അതായത് മത്സ്യാവതാരത്തെക്കുറിച്ചാണ്. അപ്പോൾ അതിനു മുമ്പ് എന്താണ് ഭഗവാൻ ഇങ്ങനെ അവതാരങ്ങൾ, അതായത് എല്ലാം സൃഷ്ടിച്ച ഭഗവാന് അതിനെയെല്ലാം നശിപ്പിക്കാൻ വെറും നിമിഷങ്ങൾ മതിയല്ലേ? പക്ഷേ എന്തിനാണ് വെറും ഒരു മനുഷ്യരൂപം എടുത്തുകൊണ്ടൊക്കെ ചെയ്യുന്നത്? അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു കഥയാണ് ഞാൻ ആദ്യം പറയുന്നത്. അപ്പോൾ നമുക്ക് കഥ പറയാം അല്ലേ? ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഒരു മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ശുക്രാചാര്യരുടെ ആശ്രമത്തിൽ ഒളിച്ചിരുന്ന അസുരന്മാർ തമ്മിലാണ് യുദ്ധം. അപ്പോൾ ദേവന്മാർ വിജയം ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ പരാജയങ്ങൾ ഏറ്റുവാങ്ങി കഴിഞ്ഞപ്പോൾ അവർ ഭഗവാൻ മഹാവിഷ്ണുവിനെ കാണാനായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ മഹാവിഷ്ണു ഇങ്ങനെ തിരക്കുക കേട്ടോ, എന്താണ് നിങ്ങളിങ്ങനെ പരാജയപ്പെടാനുള്ള കാരണം എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഒരു പറയാണ് അതിനുള്ളൊരു കാരണം വെറും ഒരു സ്ത്രീയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ മഹാവിഷ്ണു ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ജഗത് കാരണനായ ഞാൻ പരാജയപ്പെടാനുള്ള കാരണം വെറും ഒരു സ്ത്രീയോ എന്നൊരു ചിന്ത ഒരു നിമിഷം അദ്ദേഹത്തിന് തോന്നിപ്പോവാണ്. അങ്ങനെ അദ്ദേഹം ഉടനെ തന്നെ തൻ്റെ സുദർശന ചക്രം കയ്യിലേക്ക് ധ്യാനിച്ച് വരുത്താണ്. എന്നിട്ട് കണ്ണടച്ചൊന്ന് ധ്യാനിച്ചിട്ട് തൻ്റെ ശത്രുവിൻ്റെ തല അറക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ആ സുദർശന ചക്രം പോയിട്ട് ആ സ്ത്രീയുടെ തല അറക്കുകയാണ്. പക്ഷേ ആ സ്ത്രീ ആരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വൃദ്ധയായിരുന്നു. ശുക്രാചാര്യരുടെ അമ്മയായിരുന്ന വൃദ്ധ, തപോവൃദ്ധയായിരുന്നു. തൻ്റെ മകൻ്റെ ശിഷ്യന്മാരെ സംരക്ഷിക്കുക മാത്രമായിരുന്നു ആ അമ്മ ചെയ്തിരുന്നത്. അപ്പോൾ ആദ്യത്തെ സ്ത്രീവധാണത്. അപ്പോൾ ലോകം മുഴുവൻ നടുങ്ങി പോവാണ്. കാരണം സാക്ഷാൽ മഹാവിഷ്ണു ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ആലോചിച്ച് ലോകം മുഴുവൻ ഞെട്ടിപ്പോവാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് അവിടെ ശുക്രാചാര്യരുടെ ആ ഒരു ആശ്രമത്തിലുണ്ടായിരുന്ന ഭൃഗു മഹർഷിക്ക് ഇത് കണ്ടിട്ട് ദേഷ്യം വരികയാണ്. അങ്ങനെ അദ്ദേഹം മഹാവിഷ്ണുവിനെ ശപിക്കുകയാണ്. ആദ്യത്തെ സ്ത്രീ വധത്തിനുള്ള ശിക്ഷ ഇതാണ്, അതായത് കുറച്ചു കാലം പോയിട്ട് ഭൂമിയിൽ പോയി ജീവിക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ അവതാരങ്ങൾ എടുക്കട്ടെ എന്ന് പറയാണ്. അപ്പോൾ ഇതാണ് ഭഗവാന്റെ ബാക്കിയുള്ള 10 അവതാരങ്ങൾക്കുമുള്ള പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സത്യത്തിൽ പറയുന്നത് ഭഗവാൻ ധർമ്മരക്ഷയ്ക്കായിട്ടാണ് ശരിക്കും ഈ ഒരു അവതാരങ്ങൾ എടുത്തത്. അതിന് പിന്നിൽ ഇങ്ങനെ ഒരു ശാപത്തിൻ്റെ ഇത് കൂടിയുണ്ട്. ഇതെല്ലാം ഭഗവാന്റെ ചിന്തയാണല്ലോ. അപ്പോൾ ഇങ്ങനെ ശപിക്കണം, ഭൃഗുമഹർഷി തന്നെ ശപിക്കണം എന്നത് പോലും ഭഗവാൻ ഉണ്ടാക്കിയ ഒരു കഥ തന്നെയാണ് കേട്ടോ. അപ്പം അതാരും മറക്കരുത്. ഓരോ അവതാരങ്ങളും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ത്യാഗമാണ്. അതായത് ഇത്രയും വലിയൊരാളാണല്ലോ, അദ്ദേഹം ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ അവതാരങ്ങളും വളരെ ത്യാഗപൂർണ്ണമായിരുന്നു, വളരെ ദുഃഖകരമായിരുന്നു. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഭഗവാൻ കൃഷ്ണൻ്റെ കഥയായാലും അതുപോലെ തന്നെ ശ്രീരാമൻ്റെ കഥയായാലും എല്ലാത്തിലും വളരെയധികം ദുഃഖം അനുഭവിക്കേണ്ടതായിട്ട് ഭഗവാന് വന്നു. അങ്ങനെ ഓരോ അവതാരങ്ങൾ കഴിയും തോറും ഭഗവാന്റെ ത്യാഗത്തിൻ്റെ അളവ് വർദ്ധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു ബ്രഹ്മാവിൻ്റെ ഒരു കഥയാണ് കേട്ടോ. അപ്പോൾ ബ്രഹ്മാവിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ശിവനെയോ വിഷ്ണുവിനെയോ പോലെ നമ്മൾ അമ്പലങ്ങളിലൊന്നും ആരാധിക്കുന്നില്ല. അതിലുള്ള കാരണവത്തായ ഒരു കഥയാണ് ഞാൻ അടുത്തത് പറയുന്നത്. അപ്പോൾ ഒരിക്കൽ, അതായത് 3 ത്രിമൂർത്തികളും തുല്യ സ്ഥാനമുള്ളവരാണല്ലേ. അതിൽ ശിവനായാലും വിഷ്ണു ആയാലും ബ്രഹ്മാവായാലും 3 പേർക്കും ഒരേ സ്ഥാനമാണ്. അപ്പോൾ ഇവർ തമ്മിൽ പലപ്പോഴും ചില സമയങ്ങളിൽ അവർ തമ്മിൽ ചെറിയ പോരാട്ടങ്ങൾ ഉണ്ടാവാറുണ്ട്. ആരാണ് വലുത് എന്ന് പറയുന്ന ആ ഒരു ചിന്ത. അപ്പോൾ ഒരിക്കൽ വിഷ്ണുവും ബ്രഹ്മാവും കൂടിയിട്ട് ഇങ്ങനെ ഒരു തല്ലുണ്ടാവുകയാണ്. അങ്ങനെ രണ്ടുപേരും മത്സരിച്ച് പറയുകയാണ് താനാണ് വലുത് എന്നൊക്കെ രണ്ടുപേരും അങ്ങനെ കൂടി പറയുകയാണ്.
അങ്ങനെ ഇവർ തർക്കം ഇങ്ങനെ മൂർച്ഛിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അവരുടെ മുന്നിലേക്ക് ഒരു അനന്തമായ ഒരു ശിവലിംഗം പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ ഇതിൻ്റെ അറ്റം ആരാണോ ആദ്യം കണ്ടുപിടിക്കുന്നത് അവരാണ് ഏറ്റവും വലുത് എന്ന് അരുളി ചെയ്യുകയാണ്. ഒരു ശബ്ദം അവർ കേൾക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും വളരെ ആത്മാർത്ഥത അങ്ങനെ വളരെ ഇതിലോടുകൂടിയിട്ട് രണ്ടുപേരും ഒരാൾ താഴേക്കും ഒരാൾ മുകളിലേക്കും പോവുകയാണ്. ഭഗവാൻ മഹാവിഷ്ണു താഴേക്കാണ് പോകുന്നത്, ബ്രഹ്മാവ് മുകളിലേക്കും പോവുകയാണ്. രണ്ടുപേരും കുറേ പോവാട്ടോ, എന്നിട്ട് അവർക്ക് അതിൻ്റെ അറ്റം കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ബ്രഹ്മാവ് കുറേ പോകുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അദ്ദേഹം താഴേക്ക് പോകുന്ന ഒരു കൈതപ്പൂവിനെ ഇങ്ങനെ കാണുകയാണ്. അപ്പം അദ്ദേഹം ആ കൈതപ്പൂവ് കയ്യിൽ പിടിച്ചിട്ട് തിരിച്ച് അവരാദ്യം നിന്നിരുന്ന സ്ഥലത്തേക്ക് വരികയാണ്. എന്നിട്ട് മഹാവിഷ്ണുവിനോട് ഇങ്ങനെ ഒരു കള്ളം പറയാണ്, ഞാനിതിൻ്റെ അറ്റം കണ്ടുപിടിച്ചു, അതിൻ്റെ അറ്റത്ത് നിന്ന് കിട്ടിയതാണ് ഈ കൈതപ്പൂവ് എന്ന് പറയാണ്. മഹാവിഷ്ണു ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല. കാരണം അദ്ദേഹം കുറേ അടിക്ക് പോയിട്ട് കണ്ടെത്താനായിട്ട് സാധിച്ചില്ലല്ലോ. അങ്ങനെ അദ്ദേഹം ശിവനെ ധ്യാനിക്കുകയാണ്. അങ്ങനെ ശിവനെ ധ്യാനിച്ച് ശിവനെ പ്രത്യക്ഷപ്പെടുത്തുകയാണ്. അങ്ങനെ ശിവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാണ്, ബ്രഹ്മാവ് പറഞ്ഞത് കള്ളമാണ്, അദ്ദേഹം കണ്ടെത്തിയിട്ടൊന്നുമില്ല, അത് ഇടയ്ക്ക് വെച്ച് എപ്പോഴോ അദ്ദേഹത്തിന് കിട്ടിയ ഒരു കൈതപ്പൂവാണ് എന്ന് പറയാണ്. അപ്പോൾ ബ്രഹ്മാവിനെ കള്ളത്തിനുള്ള ശിക്ഷ കൊടുക്കണ്ടേ? അങ്ങനെ ബ്രഹ്മാവിനെ ആ ഒരു 4 തലകളുണ്ടായിരുന്നു ബ്രഹ്മാവിന്. അതിലൊരു തല ശിവൻ അറുത്തെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു തലയാണ് പിന്നീട് ശിവൻ തൻ്റെ ഭിക്ഷാപാത്രമായി ആ തലയോട് ഭിക്ഷാപാത്രമായി ഉപയോഗിച്ചെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ ആ 4ാമത്തെ തല എടുക്കുകയാണ്. അതുപോലെ തന്നെ ആ കൈതപ്പൂവിനെ ശപിക്കുകയാണ്, നീ ഈ കള്ളത്തിന് നീ കള്ളത്തിന് കൂട്ടുന്നില്ലേ, അതുകൊണ്ട് തന്നെ നിന്നെ പൂജകൾക്കൊന്നും ഇനി നിന്നെ ഉപയോഗിക്കില്ല എന്ന് പറയാണ്. പിന്നീട് ബ്രഹ്മാവിന് വേറെ കഥകളൊക്കെ വെച്ചൊക്കെ നമുക്ക് അത് മനസ്സിലാവും. പിന്നീട് ബ്രഹ്മാവിന് ആ കൈതപ്പൂവിൻ്റെ ഗതി വരികയാണ്. അതായത് പൂജകളിലൊന്നും ബ്രഹ്മാവിനെ കൂട്ടാതാവുകയാണ്. അപ്പം അതിന് വേറെ കഥയുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കഥ. അങ്ങനെ രണ്ടുപേരും, അപ്പോൾ ബ്രഹ്മാവും വിഷ്ണുവും വീണ്ടും ശിവനെ ധ്യാനിക്കുകയാണ്. അങ്ങനെ ശിവനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് രണ്ടുപേരെയും സമമായിട്ടാണ് ശിവൻ കാണുന്നത്. രണ്ടുപേർക്കും ഓരോ വരങ്ങൾ വെച്ച് നൽകാമെന്ന് പറയുകയാണ്. അപ്പോൾ എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ബ്രഹ്മാവ് പറയും, നീ എൻ്റെ മകനായിട്ട് ജനിക്കണമെന്ന് പറയുകയാണ്. മഹാവിഷ്ണു ആണെങ്കിലോ പറയുന്നത്, എനിക്ക് അങ്ങയുടെ സേവകനാവാൻ ഒരു അവസരം നൽകണമെന്നാണ്. അപ്പോൾ ഇത് കേട്ടതോടുകൂടി ശിവൻ വളരെയധികം പ്രീതനായിക്കൊണ്ട് വിഷ്ണുവിന് ഒരു വരവും കൊടുക്കുകയാണ്. അപ്പോൾ ഈ കഥ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ബ്രഹ്മാവ് എന്തായാലും എങ്ങനെയെന്നൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെ അദ്ദേഹം അത്ര മോശപ്പെട്ട ആളൊന്നല്ല കേട്ടോ. അതായത് ഈ വേദങ്ങൾ എല്ലാം രചിച്ചത് അദ്ദേഹമാണ്. വേദത്തിൻ്റെ മൂല കാരണം തന്നെ അദ്ദേഹമാണ്. സൃഷ്ടികർമ്മം ചെയ്യുന്നതും അദ്ദേഹം തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഈ വ്യാസമുനി പിന്നീട് കലിയുഗത്തിൽ അത് 4ആയി വിഭജിച്ചിട്ടുള്ളൂ എന്നാണ് പല വേദങ്ങളിലും പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വേദങ്ങളൊക്കെ രചിച്ചിട്ടുണ്ടല്ലോ, ഒരിക്കൽ ഈ വേദങ്ങൾ ഒരാൾ മോഷ്ടിക്കുകയാണ്. അപ്പോൾ ഇതാണ് പിന്നീട് ഭഗവാന്റെ മത്സ്യാവതാരത്തിനുള്ള കാരണമായി പറയപ്പെടുന്ന കഥ. ഹയഗ്രീവൻ എന്ന അസുരനായിരുന്നു ബ്രഹ്മാവ് എഴുതി വെച്ചിരുന്ന ഈ വേദങ്ങളൊക്കെ എടുത്തിട്ട് പോയത്. അപ്പോൾ വേദങ്ങൾ എന്നാൽ എന്താണ്? അറിവാണ്. അറിവ് നശിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ ആകമാനം ഇരുട്ട് പ്രാപിക്കും. അത് പ്രകാശത്തിൻ്റെ ഇരുട്ടല്ല കേട്ടോ, അത് ബുദ്ധിയുടെ മനസ്സിൻ്റെ ഇരുട്ടാണ് പ്രാപിക്കുക. അപ്പോൾ ഈ ഒരു ഹയഗ്രീവൻ പോയി ഒളിച്ചിരിക്കുന്നത് സമുദ്രത്തിൻ്റെ അടിയിലാണ് കേട്ടോ. ആ വേദങ്ങളൊക്കെ ആയിട്ട് സമുദ്രത്തിൻ്റെ അടിയിൽ പോയിട്ടാണ് ഒളിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സൃഷ്ടികർമ്മം പോലും നിന്ന് പോവുകയാണ്. അപ്പോൾ ബ്രഹ്മാവും ശിവനും കൂടിയിട്ട് ദേവന്മാർക്കും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ദേവന്മാർ ഉപദേശിക്കുകയാണ്, മഹാവിഷ്ണുവിനെ പോയി സമീപിക്കാനായിട്ട് പറയുകയാണ്. മഹാവിഷ്ണു ആണെങ്കിലോ യോഗനിദ്രയിലായിരുന്നു. അപ്പോൾ ബ്രഹ്മാവും ശിവനും വീണ്ടും പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ സങ്കീർത്തനങ്ങളും ഗാനങ്ങളൊക്കെ പാടി ഉണർത്താൻ പറയുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കഥ വായിക്കുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു ഭാഗം ഇങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ഭാഗമാണ്. കാരണം ആ ഒരു സീൻ, ഭഗവാൻ മഹാവിഷ്ണു ആ പാലാഴിയിൽ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഉണർത്താനായിട്ട് അവിടെ ദേവന്മാരെല്ലാവരും, അദ്ദേഹത്തിൻ്റെ മഹാവിഷ്ണുവിൻ്റെ പല ഭക്തരും എല്ലാവരോടും കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ കൂടി ഇങ്ങനെ പാട്ട് പാടുന്ന ആ ഒരു രംഗം നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലോർത്ത് നോക്കുക, എത്ര രസമായിരിക്കും അല്ലേ?
അപ്പം അങ്ങനെ ഇതൊക്കെ കുറേ ഇങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം മഹാവിഷ്ണു തൻ്റെ യോഗ നിദ്രയിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. മഹാവിഷ്ണു എഴുന്നേറ്റ ഉടനെ തന്നെ അവർ തങ്ങളുടെ കാര്യം അറിയിക്കുകയാണ്. ഹയഗ്രീവൻ എന്ന് പറയുന്ന ആൾ നമ്മുടെ വേദങ്ങളൊക്കെ എടുത്തിട്ട് പോയി എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ മഹാവിഷ്ണു ഈ ദേവന്മാർക്ക് വാക്ക് കൊടുക്കുകയാണ്, ഞാൻ മത്സ്യാവതാരമായി മാറും, എന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വേദങ്ങൾ തിരിച്ചേൽപ്പിക്കും എന്ന് പറയുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം മത്സ്യാവതാരം എടുക്കുന്നത്. അങ്ങനെ അദ്ദേഹം മത്സ്യാവതാരം എടുത്തിട്ട് ഒരു ചെറിയ മത്സ്യമായിട്ടാട്ടോ ആദ്യം വരുന്നത്. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ പരമഭക്തനായ സത്യവത്ര മനു ബദ്രീനാഥിൽ തർപ്പണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ കൈക്കുമ്പിളിൽ ചെറിയൊരു മത്സ്യം വരികയാണ്. അപ്പോൾ ആ ഒരു മത്സ്യത്തെ അദ്ദേഹം ഇങ്ങനെ കൈക്കുമ്പിളിൽ കിട്ടി അതിങ്ങനെ കളയാൻ നോക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ആ മത്സ്യം സംസാരിക്കുകയാണ്, എനിക്ക് വലിയ മത്സ്യങ്ങളെ പേടിയാണ്, എന്നെ ഇവിടുന്ന് ഒന്ന് കൊണ്ടുപോകണമെന്ന് ആ മത്സ്യം അപേക്ഷിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഭഗവാന്റെ ഭക്തനാണല്ലോ. അപ്പോൾ ഭഗവാന്റെ ഭക്തൻ്റെ കാര്യം അറിയാമല്ലോ, ഭക്തനിക്ക് വളരെ ഇഷ്ടമായിരിക്കും എല്ലാവരെയും. അങ്ങനെ ആ രാജാവ് ആ ഒരു മത്സ്യത്തെ തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ അദ്ദേഹം ഒരു ചെറിയൊരു പാത്രത്തിൽ ആ മത്സ്യത്തിനെ ഇടുകയാണ്. എന്നിട്ട് അദ്ദേഹം പിറ്റേന്ന് വന്ന് നോക്കുമ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോവാണ്. കാരണം ആ പാത്രത്തെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത അത്ര വലുതായിരിക്കുന്നു ആ മത്സ്യം. അങ്ങനെ അദ്ദേഹം അതിന് പിന്നീട് കുറച്ച് വലിയൊരു പാത്രം, അങ്ങനെ അതിനേക്കാൾ വലുത്, അങ്ങനെ ചെറിയൊരു സ്വിമ്മിങ് പൂൾ, അങ്ങനത്തെ ചെറിയൊരു കുളം പോലെ അവിടെ ഉണ്ടാക്കുകയാണ് കൊട്ടാരത്തിൽ തന്നെ. അവിടെ ഇടുകയാണ്, അവിടെയും പറ്റുന്നില്ല. പിന്നെ മറ്റൊരു കുളം, പിന്നെ ഒരു നദി, പിന്നെ അവസാനം സമുദ്രം. അങ്ങനെ ആ സമുദ്രവും കടന്ന് ആ മത്സ്യം വളർന്നിരിക്കുകയാണ്. അപ്പോൾ സത്യവത്ര മനുവിന് സംശയം തോന്നി, ഇതൊരു സാധാരണ മത്സ്യം എന്നല്ലല്ലോ എന്ന് തോന്നുകയാണ്. അദ്ദേഹം മനസ്സിലാക്കുകയാണ് ഇത് താൻ ആരാധിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണെന്ന്. അങ്ങനെ മഹാവിഷ്ണു ആ ഒരു മത്സ്യം ഇങ്ങനെ പറയുകയാണ്, ഇവിടെ ഭൂമിയിൽ മഹാപ്രളയം ഉണ്ടാകും എന്ന് പറയുകയാണ്. അങ്ങനെ മഹാപ്രളയം ഉണ്ടാവുകയാണ്, ഭൂമി മൊത്തം നശിക്കുകയാണ്. അതിൽ സത്യവത്ര മനു ഒരു പേടകത്തിൽ കയറി രക്ഷപ്പെടുകയാണ്. അദ്ദേഹത്തെ രക്ഷിക്കാൻ വാസുകിയെയും സപ്തർഷികളെയും മഹാവിഷ്ണു ഓൾറെഡി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സത്യവത്ര മനു രക്ഷപ്പെടുകയാണ്. പക്ഷേ ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങളും മരിച്ചു പോകുകയാണ്. അങ്ങനെ ഈ ഒരു മഹാപ്രളയം ഉണ്ടാവുകയാണല്ലോ, സമുദ്രമൊക്കെ ഇളകി മറിയാണ്. ആ ഒരു വലിയ മത്സ്യം ആ ഒരു സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇങ്ങനെ ഓളയിട്ട് പോവുകയാണ്. അങ്ങനെ അവസാനം ഈ ഒരു അസുരൻ അവിടെയായിരുന്നല്ലോ ഒളിച്ചിരുന്നത്, ആ ഒരു സമുദ്രത്തിൻ്റെ അടിയിലാണ് ഒളിച്ചിരുന്നത് വേദങ്ങളുമായിട്ട്. ആ അസുരനെ കണ്ടുപിടിക്കുകയാണ്. പിന്നെ ഇവർ തമ്മിൽ വേദങ്ങൾക്കായി വലിയ യുദ്ധം നടക്കുകയാണ്. യുദ്ധത്തിൻ്റെ ഒടുവിൽ നമ്മുടെ മഹാവിഷ്ണു തന്നെ ജയിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ വേദങ്ങളുമായി ആ മത്സ്യം മുകളിലേക്ക് പൊന്തി വരികയാണ്. അങ്ങനെ ആ വേദങ്ങൾ ബ്രഹ്മാവിന് കൊടുക്കുകയാണ്. അങ്ങനെ ആ ഒരു മത്സ്യാവതാരത്തിൻ്റെ ശരീരം വിട്ടിട്ട് ഭഗവാൻ മഹാവിഷ്ണു തിരിച്ച് തൻ്റെ യോഗനിദ്രയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇതാണ് ഭഗവാന്റെ ആദ്യത്തെ അവതാരമായ മത്സ്യാവതാരത്തിൻ്റെ കഥ. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു അവതാര ലക്ഷ്യം എന്താണ്? വേദങ്ങൾ അഥവാ അറിവ് വീണ്ടെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആദ്യത്തെ അവതാരം അറിവിന് വേണ്ടിയുള്ള അവതാരമാണ്. ഇനി അടുത്ത അവതാരങ്ങൾ പറയുമ്പോഴേ ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ അടുത്ത വീഡിയോയിൽ നമ്മൾ അടുത്ത അവതാരങ്ങൾ പറയുന്നുണ്ട്. അടുത്ത അവതാരമായ കൂർമാവതാരമായിരിക്കും അടുത്ത വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു ദശാവതാര കഥകളെല്ലാം കേൾക്കുന്നത് മഹാപുണ്യമാണ്. അപ്പോൾ ആ ഒരു കഥകളെല്ലാവരും നിങ്ങൾ ഇനി അടുത്ത വീഡിയോകളെല്ലാം കണ്ട് കേൾക്കുക, എല്ലാവരും കൃത്യമായിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് കമൻറ്റ് ചെയ്യണമെങ്കിൽ വളരെ സന്തോഷമാവും കേട്ടോ. അപ്പോൾ താങ്ക് യു.